ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസ്വലയിനീം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രധാനം നാനാവർണപ്രസൂനാവലികിസ്വലയിനീം വന്യമാലാം വിലോലല്ലോലംബം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം. 100-ാം ദശകം 6-ാം ശ്ലോകമാണ് ചൊല്ലിയത്. ഗുരുവായൂരപ്പ, രത്നങ്ങൾ പതിച്ച് ശോഭിക്കുന്ന വളകൾ അണിഞ്ഞിരിക്കുന്നതും പവിഴം പോലെ ചുകന്ന കൈവെള്ളയോട് കൂടിയതുമായ ഗുരുവായൂരപ്പ, അങ്ങയുടെ 2 കൈകളെ കൊണ്ട് പിടിച്ച് ഓടക്കുഴൽ താമരപ്പൂ പോലെയുള്ള അങ്ങയുടെ മുഖത്തിൽ വെച്ച് അതിമനോഹരമായി രാഗവിസ്താരം ചെയ്ത് ലോകങ്ങളെ മുഴുവൻ കുളിർപ്പിച്ച് അനുഗ്രഹിക്കുന്ന കണ്ണ, ശബ്ദബ്രഹ്മമാകുന്ന അമൃതധാരകൾ കൊണ്ട് അങ്ങ് എൻ്റെ ചെവികളെ നനച്ചാലും ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിത ഭുവനൈ സിഞ്ചമേ കർമ്മവീഥീം എന്ന ശ്ലോകത്തിൽ പറഞ്ഞു. ഗുരുവായൂരപ്പ, ശബ്ദബ്രഹ്മമാകുന്ന അമൃതധാരകൾ കൊണ്ട് അങ്ങ് എൻ്റെ ചെവികളെ നനച്ചാലും സിഞ്ച മേ കർമ്മവീഥീം എന്നൊക്കെ പറയുമ്പോൾ മേ കർമ്മവീഥീം സിഞ്ച, എൻ്റെ ചെവികളെ നനച്ചാലും. അതായത് ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ അതിമധുരമായ ഓടക്കുഴൽ നാദം കേട്ട് കേട്ട് എല്ലാ ദുഃഖങ്ങളും മറന്ന് മയങ്ങാൻ എന്നെ അനുഗ്രഹിക്കണേ കണ്ണ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി 6-ാം ശ്ലോകം വിസ്തരിക്കുമ്പോൾ ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി അരുണിതം എന്ന് പറയുന്ന ശ്ലോകത്തില് ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി അരുണിതം, കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം പരന്ന് ചുവന്ന നിറത്തോടു കൂടിയ ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി എന്ന് പറയുമ്പോൾ കൗസ്തുഭശ്രീതതിഭി അരുണിതം എന്നുണ്ട്. അതായത് കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം പരന്ന് ചുവന്ന നിറത്തോടു കൂടിയ. അപ്പോ ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി അരുണിതം കോമളം കണ്ഠദേശം എന്ന് പറയുന്നു. കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം പരന്ന്
ചുവന്ന നിറത്തോടു കൂടിയ അതിമനോഹരമായ ഗുരുവായൂരപ്പ അവിടുത്തെ കണ്ഠപ്രദേശത്തിനെ, കണ്ഠദേശം എന്ന് പറയുമ്പോൾ കഴുത്തിനെ. അപ്പോ ഉത്സർപ്പത് കൗസ്തുഭശ്രീ തതിഭി അരുണിതം കോമളം കണ്ഠദേശം. കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം പരന്ന ചുവന്ന നിറത്തോടു കൂടിയ അതിമനോഹരമായ ഗുരുവായൂരപ്പ അവിടുത്തെ കണ്ഠപ്രദേശത്തെ, അതായത് കഴുത്തിനെ. അപ്പൊ കഴുത്തിനെ കാണുന്നു. അതിമനോഹരമായ കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം, ചുവന്ന പ്രകാശം പരന്ന് അതിമനോഹരമായ കണ്ഠപ്രദേശത്തെ കാണുന്നു ഗുരുവായൂരപ്പ. അതിന് താഴെയായിട്ട് എന്താണ് കാണുന്നത്? ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം എന്ന് പറയണു. അതായത് അതിന് താഴെയായിട്ട്, ആ കണ്ഠപ്രദേശത്തിന് താഴെയായിട്ട് ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം എന്ന് പറയുമ്പോൾ ശ്രീവത്സം എന്ന മറുകുകൊണ്ട് ഭംഗിയേറിയതും, ശ്രീവത്സരമ്യം ശ്രീവത്സം എന്ന മറുകുകൊണ്ട് ഭംഗിയേറിയതും, പിന്നെയോ തരളതര സമുദ്ദീപ്രഹാരപ്രധാനം എന്ന് പറയുമ്പോൾ മനോഹരമായി സാവധാനം ഇളകുന്നവയും ശോഭിക്കുന്നവയും ആയ മുത്തുമാലകളുടെ സമൂഹം ആണ്. തരളതര സമുദ്ദീപ്രഹാരപ്രധാനം, ഹാരപ്രധാനം എന്നൊക്കെ പറയുമ്പോൾ മുത്തുമാലകളുടെ സമൂഹം. അത് തരളതര സമുദ്ദീപ്ര എന്നൊക്കെ പറയുമ്പോൾ മനോഹരമായി സാവധാനം ഇളകുന്ന. അപ്പോ ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം, ശ്രീവത്സം എന്ന മറുകുകൊണ്ട് ഭംഗിയേറിയതും മനോഹരമായ സാവധാനത്തിൽ, മനോഹരമായി സാവധാനം ഇളകുന്നവയും ശോഭിക്കുന്നവയും ആയ മുത്തുമാലകളുടെ സമൂഹം. അതായത് ധാരാളം മുത്തുമാലകൾ ചാർത്തിയിരിക്കുന്നു ആ മാറിടത്തിൽ. അപ്പൊ ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം, ശ്രീവത്സം എന്ന മറുകുകൊണ്ട് ഭംഗിയേറിയതും മനോഹരമായി സാവധാനം ഇളകുന്നവയും ശോഭിക്കുന്നവയും ആയ മുത്തുമാലകളുടെ സമൂഹം, ധാരാളം മുത്തുമാലകൾ ചാർത്തിയിരിക്കുന്നതും ആയ വക്ഷ ഗുരുവായൂരപ്പ അവിടുത്തെ മാറിടത്തെയും. അപ്പോ ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം വക്ഷ എന്ന് പറയുമ്പോൾ മാറിടത്തിന്റെ വിശേഷണങ്ങൾ. ശ്രീവത്സം എന്ന മറുകുകൊണ്ട് ഭംഗിയേറിയതും മനോഹരമായി സാവധാനം ഇളകുന്നവയും ശോഭിക്കുന്നവയും ആയ മുത്തുമാലകളുടെ സമൂഹം, ധാരാളം മുത്തുമാലകൾ ചാർത്തിയിരിക്കുന്നതും ആയ വക്ഷ ഗുരുവായൂരപ്പ അവിടുത്തെ ആ മനോഹരമായ മാറിടത്തെയും. പിന്നെയോ നാനാവർണ്ണ പ്രസൂനാവലികിസലയിനീം പറയണം. നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി എന്ന് പറയുമ്പോൾ പല നിറത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും ഉണ്ടാക്കിയതും ആണ്. നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി എന്നൊക്കെ പറയുമ്പോൾ കോർത്തത് എന്നൊക്കെ പറയാം. പുഷ്പങ്ങളും തളിരുകളും ഒക്കെ കോർത്ത് ഉണ്ടാക്കിയത്, അതാണ്. പല വിധത്തിലുള്ള നിറത്തിലുള്ള പുഷ്പങ്ങളും തളിരുകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയത്, അതാണ് നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി എന്ന് പറയുമ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും ഉണ്ടാക്കിയതും കോർത്തുണ്ടാക്കിയതും എന്ന് പറയാം.
നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി, വിവിധ നിറങ്ങളിലുള്ള പുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും കോർത്ത് ഉണ്ടാക്കിയതും വിലോലല്ലോലംബാം ഉരസിലംബമാനാം ഒക്കെയാണ്. വനമാലയുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. എന്താണ്? നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി വിലോലല്ലോലംബാം ഉരസിലംബമാനാം എന്നൊക്കെ പറയണം. അപ്പോൾ പല വിധത്തിലുള്ള വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും കോർത്ത് ഉണ്ടാക്കിയതും വിലോലല്ലോലംബാം ഉരസിലംബമാനാം എന്നൊക്കെ പറയുമ്പോൾ, വിലോലല്ലോലംബ എന്ന് പറയുമ്പോൾ തേൻ മോഹിച്ച് വണ്ടുകൾ ഇളകി പറന്നുകൊണ്ടിരിക്കുന്നവയും, തേൻ മോഹിച്ച് വണ്ടുകൾ ഇളകി പറന്നുകൊണ്ടിരിക്കുന്നതും. വിലോലല്ലോലംബാം, തേൻ മോഹിച്ച് വണ്ടുകൾ ഇളകി പറന്നുകൊണ്ടിരിക്കുന്നതും. പിന്നെ ഉരസിലംബമാനാം, മാറിടത്തിൽ നീണ്ടു തൂങ്ങിക്കിടക്കുന്നതും. ഉരസിലംബമാനാം എന്ന് പറയുമ്പോൾ മാറിടത്തിൽ നീണ്ടു തൂങ്ങിക്കിടക്കുന്നതും ആയ വന്യമാലാം, വനമാലയെയും. അപ്പൊ നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി വിലോലല്ലോലംബാം ഉരസിലംബമാനാം വന്യമാലാം. വനമാലയുടെ മനോഹരങ്ങളായ വിശേഷണങ്ങൾ പല വിധത്തിലുള്ള വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും ഉണ്ടാക്കിയതും കോർത്തുണ്ടാക്കിയതും. പിന്നെ തേൻ മോഹിച്ച് വണ്ടുകൾ ഇളകി പറന്നുകൊണ്ടിരിക്കുന്നതും മാറിടത്തിൽ നീണ്ടു തൂങ്ങിക്കിടക്കുന്നതും. ഉരസിലംബമാനാം എന്ന് പറയുമ്പോൾ മാറിടത്തിൽ നീണ്ടു തൂങ്ങിക്കിടക്കുന്നതും ആയ വന്യമാലാം, വനമാലയെ. തഥാ രത്നമാലാം ഭാവയെ, തഥാ തവ രത്നമാലാം ഭാവയെ, വനമാലയെയും അപ്രകാരം ഗുരുവായൂരപ്പ അങ്ങയുടെ രത്നമാലയെയും ഞാൻ ധ്യാനിക്കുന്നു. ഇപ്പൊ വന്യമാലാം തഥാ തവ രത്നമാലാം ഭാവയെ എന്ന് പറയുമ്പോൾ വനമാലയെയും അപ്രകാരം ഗുരുവായൂരപ്പ അങ്ങയുടെ രത്നമാലയെയും ഞാൻ ധ്യാനിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി അരുണിതം കോമളം കണ്ഠദേശം. കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം പരന്ന ചുവന്ന നിറത്തോടുകൂടിയ അതിമനോഹരമായ കണ്ഠപ്രദേശം ഗുരുവായൂരപ്പ അങ്ങയുടെ കഴുത്ത്. ഉത്സർപ്പത് കൗസ്തുഭശ്രീതതിഭി അരുണിതം കോമളം കണ്ഠദേശം. കൗസ്തുഭരത്നത്തിന്റെ പ്രകാശം പരന്ന് ചുവന്ന നിറത്തോടു കൂടിയ അങ്ങയുടെ മനോഹരമായ കണ്ഠപ്രദേശം ആണ്. കോമളം കണ്ഠദേശം കഴുത്ത്. പിന്നെയോ കഴുത്തിൽ നിന്ന് മാറിലേക്ക് ഇറങ്ങുന്നു. ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം വക്ഷ. ശ്രീവത്സരമ്യം, ശ്രീവത്സം എന്ന മറുക് കൊണ്ട് ഭംഗിയേറിയതും. പിന്നെ തരളതര സമുദ്ദീപ്രഹാരപ്രധാനം എന്ന് പറയുമ്പോൾ മനോഹരമായി സാവധാനം ഇളകുന്നവയും ശോഭിക്കുന്നവയും ആയ മുത്തുമാലകളുടെ സമൂഹം. അതായത് ഗുരുവായൂരപ്പ അങ്ങയുടെ മാറിൽ ധാരാളം മുത്തുമാലകൾ ചാർത്തിയിരിക്കുന്നു. ശ്രീവത്സരമ്യം, മാറിടത്തിന്റെ ഭംഗിയാണ് പറയുന്നത്. ശ്രീവത്സരമ്യം തരളതര സമുദ്ദീപ്രഹാരപ്രധാനം,
ശ്രീവത്സം എന്ന മറുകു കൊണ്ട് ഭംഗിയേറിയതും മനോഹരമായി സാവധാനം ഇളകുന്നവയും ശോഭിക്കുന്നവയും ആയ മുത്തുമാലകളുടെ സംഘം, മുത്തുമാലകളുടെ സമൂഹം, അതായത് ധാരാളം മുത്തുമാലകൾ ചാർത്തിയിരിക്കുന്നതുമായ അങ്ങയുടെ വക്ഷ മാറിടത്തെയും. പിന്നെയോ വനമാലയുടെ വിശേഷണങ്ങൾ പറയാണ്. നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനീ വിലോലല്ലോലംബാം ഉരസിലംബമാനാം. 3 വിശേഷണങ്ങൾ. നാനാവർണ്ണ പ്രസൂനാവലി കിസലയിനി വിലോലല്ലോലംബാം ഉരസിലംബമാനാം എന്നൊക്കെ പറയുമ്പോൾ പല വിധത്തിലുള്ള നിറങ്ങളുള്ള, വിവിധ വർണ്ണങ്ങളിലുള്ള എന്ന് പറയാം, പല വിധത്തിലുള്ള നിറങ്ങളിലുള്ള പുഷ്പങ്ങളെ കൊണ്ടും തളിരുകളെ കൊണ്ടും കോർത്ത് ഉണ്ടാക്കിയതും വിലോലല്ലോലംബാം തേൻ മോഹിച്ച് വണ്ടുകൾ ഇളകി പറന്നുകൊണ്ടിരിക്കുന്നതും ഉരസിലംബമാനാം മാറിടത്തിൽ നീണ്ടു തൂങ്ങിക്കിടക്കുന്നതുമായ ഗുരുവായൂരപ്പ അങ്ങയുടെ വന്യമാലാം തഥാ തവ രത്നമാലാം ഭാവയെ, അങ്ങയുടെ വനമാലയെയും അപ്രകാരം തവ രത്നമാലാം ഭാവയെ, അങ്ങയുടെ രത്നമാലയെയും ഞാൻ ധ്യാനിക്കുന്നു.